ഭൂതത്താൻകെട്ട് മിനി ജലവൈദ്യുതി പദ്ധതി പൂർത്തീകരിക്കാത്തതിലും MLAയുടെ അനാസ്ഥയിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തി. UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാക്കും. പദ്ധതിയുടെ പേരിൽ അവിഹിത ഇടപെടൽ നടത്തിയവരെ അഴിക്കുള്ളിലാക്കുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു പറഞ്ഞു. ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ കോതമംഗലം MLA അനാസ്ഥ കാട്ടുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസിന്റെ കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് മാർച്ചും ധർണയും നടത്തിയത്. LDF സർക്കാർ നടത്തുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചു. മറ്റൊരു ഉദാഹരണമാണ് ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി. നാളിതുവരെ 10 വർഷക്കാലമായി എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും യാഥാർത്ഥ്യമാക്കാതെ ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതിയോട് കാണിച്ച MLAയുടെ ഈ നാടിന്റെ വികസന പുരോഗമന പ്രവർത്തനങ്ങളെ കാംക്ഷിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തപ്പെടുന്ന പ്രതിഷേധ മാർച്ചിൽ കണ്ണുകളാകുവാൻ മുഴുവൻ ആളുകളോടും മതേതര ജനാധിപത്യ വിശ്വാസികളോടും അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ പറഞ്ഞു വെക്കുകയും നമ്മുടെ നാടിനെ സമ്മാനിച്ച കോതമംഗലം MLAയുടെ അനാസ്ഥയ്ക്ക് മറ്റൊരു ഉദാഹരണം കൂടി ജനവഞ്ചനാപരമായ കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫിൻസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിലെത്തുമ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നും പദ്ധതി നിശ്ചലമാക്കിയതിന് പിന്നിലെ അഴിമതി അന്വേഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2 വർഷം കൊണ്ട് പൂർത്തിയാകേണ്ട ഒരു പദ്ധതി 11 വർഷമായിട്ടും പൂർത്തിയാകാതെ വന്നതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിന്റെ ഈ നാടിനെ പ്രതികരിക്കുന്ന ഈ MLAക്കുമല്ലാതെ മറ്റാർക്കുമല്ല എന്നുള്ള തിരിച്ചറിവ് കോതമംഗലത്തെ ജനങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ നാളുകളിൽ കേരളം പ്രതീക്ഷിക്കുന്ന ഒരു സർക്കാർ UDF സർക്കാർ ഉണ്ടാവും. ആ UDF സർക്കാരിന്റെ കാലത്ത് എത്ര സമയവും എത്ര പണവും നഷ്ടപ്പെട്ടാലും ഈ നാട് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ശ്രമിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട. ഇതിനിടയിൽ നിന്നുകൊണ്ട് പണം സമ്പാദിക്കാൻ ശ്രമിച്ചവർ, ഇതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചവർ, ഇവരൊക്കെ ഒന്നൊന്നായി അഴികളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും നാളുകളിൽ കാണേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് 2-3 മാസം കൂടി കാലാവധിയുണ്ട്. 90 ദിവസത്തിലധികം ഇനി ഈ സർക്കാരിന് കാലാവധിയില്ല. എങ്കിൽ ഈ പറയുന്ന സമയത്തെങ്കിലും ഇതിന്റെ ചുവപ്പ് നാടകൾ അഴിച്ചുകൊണ്ട് ഈ കരാറുകാരനെ വരുതിയിൽ വരുത്തിക്കൊണ്ട് ഈ നടപടി ചെയ്യാനുള്ള ഒരു എളിയ ശ്രമമെങ്കിലും MLA നടത്തണമെന്ന് ഞങ്ങൾ AG ജോർജ്, KP ബാബു, അഡ്വക്കേറ്റ് അബു മൊയ്തീൻ, MS എൽദോസ്, ജെസി സാജു, ഭാനുമതി രാജു, AB എബ്രഹാം, എൽദോസ് കീച്ചേരി, MA കരീം, പ്രിൻസ് വർക്കി, സൈജന്റ് ചാക്കോ, അനൂപ് ജോർജ്, PA യൂസഫ്, MK സുഗു, PR അജി തുടങ്ങിയവർ പ്രസംഗിച്ചു. കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് സ്വാഗതവും മത്തായി കോട്ടക്കുന്നിൽ കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ് കോതമംഗലം.